നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കു വെച്ചിട്ട് ഒരു ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചിക്കു വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ വെറും 3 ചേരുവ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ റൈസിൻസ്, ബദാം, പിസ്ത അതൊക്കെ വെച്ചിട്ട് ഒന്ന് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്നും ചെയ്തില്ല. നമുക്ക് ചിക്കു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കു വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ചിക്കു നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ 6 ചിക്കുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു പശ പോലെയുള്ള ഒരു സാധനം ഉണ്ടാവും. അതും കൂടി കളയണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ചുണ്ടിനൊക്കെ ഇങ്ങനെ പശ പോലെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ചെറിയ ചെറിയ പീസ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഐസ്ക്രീം ആക്കി റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ കടിക്കുന്ന സമയത്ത് ആ സപ്പോട്ടയുടെ ചെറിയൊരു കഷ്ണം കടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിത് ഉടച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ്. ഇനി അടുത്ത ചേരുവ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഡ്രീം വിപ്പിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 കവർ ഉണ്ടാവും. അതിൽ നമുക്ക് 1 കവർ മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ യൂസ് ചെയ്ത വിപ്പിംഗ് പൗഡേഴ്സിൽ ഡ്രീം വിപ്പിൻ്റെതും അതുപോലെ പെറ്റി ക്രോക്കറിൻ്റെതും നല്ല കമ്പനിയാണ്. അപ്പോൾ രണ്ടിനും ഏകദേശം നല്ല മധുരവും ഉണ്ട്. നമ്മളധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏത് വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറത്തുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 115 ml പാലിലാണ് ഈ വിപ്പിംഗ് പൗഡർ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച ഒരു ബൗളും വിസ്കും എടുക്കുക. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ബോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ വലിയ ബോൾ എടുത്തത്. അപ്പോൾ നല്ല കുഴിയുള്ള ബോളാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 100 ml പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 115 ml ആണ് അതിൻ്റെ കവറിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പക്ഷേ 100 ml അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആദ്യം തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പാത്രം ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് പാത്രം ചെരിച്ച് പിടിച്ചിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു 10 മിനിറ്റ് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പതിപ്പിച്ച് നന്നായി നമ്മളെ ക്രീം പോലെ, നമ്മൾ കേക്കിന് പുറത്തൊക്കെ ഉണ്ടാകുന്ന ക്രീം പോലെ നമുക്ക് ഈ പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നന്നായിട്ട് കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു 7 മിനിറ്റ് മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിനായതുകൊണ്ട് അധികം സ്റ്റിഫായി കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത ചേരുവ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഈ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ പൗഡറിൽ ഓൾറെഡി ഇതിൽ മധുരമുള്ള പൗഡറാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫോൾഡ് ചെയ്യുന്നില്ല, അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. വീണ്ടും വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കു ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഇതിൽ ഓൾറെഡി ഇങ്ങനെ ചിക്കുവിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും, അപ്പോൾ നല്ല കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ അത് മുഴുവനായി ഒഴിച്ചതിന് ശേഷം ഈ കണ്ടെയ്നർ ജസ്റ്റ് ഒന്ന് തറയിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക, കാരണം അതിൻ്റെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് കവറോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രീസറിൽ വെക്കണം. ആ സമയത്ത് നമ്മൾ ഐസ് മുകളിൽ കട്ട പിടിച്ചു പോകും, കാരണം മുകൾ ഭാഗം ഐസ് പോലെ ആയിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു 6-7 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. 6 മണിക്കൂറിന് ശേഷം ഞാൻ എന്താ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കൃത്യം 6 മണിക്കൂർ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, മുകളിൽ ഐസൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ തവി ഉണ്ടല്ലോ, സാധാരണ കുഴിയുള്ള തവി വെച്ചിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സപ്പോട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ സപ്പോട്ടയും കൂടി നന്നായിട്ട് കഴിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനത് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. ഈ ഒരു ചിക്കു ഐസ്ക്രീം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ആ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.